ിന്റെ ഖുർആനിനെ പാടെ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ഹെലൻ കെല്ലറുടെ മേരി ശെല്ലിയുടെ പൈങ്കിളി സാഹിത്യത്തിന്റെ പുറകെ പാഞ്ഞു പോയ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കാസർഗോഡിലെ ഉമ്മമാര് സന്ധ്യാസമയമാകുമ്പോ ലോകത്തുള്ള തൊലിവെളുത്ത പെണ്ണിന്റെ അവസരപ്പക കഥ പറയുന്ന ആയിരക്കണക്കിന് ആവാസത്തിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ സന്ധ്യാസമയത്തിരുന്നിട്ട് അള്ളാന്റെ ഖുർആന്റെ ഒരായത്ത് പഠിച്ച പൊന്നുമോളെ മറന്നു പോകുമോ? അള്ളാനെ മറക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ അപജയത്തിന്റെ അപ്പോസ്തലന്മാര് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ റിയാലിറ്റി ഷോയിൽ ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നിട്ടന്റെ വെട്ടിപ്പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ മലബാർ പ്രദേശം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമേടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പർദ്ദയിട്ട പെണ്ണുങ്ങൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോ അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞതെന്താ? കുല്ലു അംരിന മുആഫാ ഇല്ലാ മുജാഹിരീ. ഏത് പാപം ചെയ്താലും അല്ല പുറത്തു വരും. പക്ഷേ ഏത് പാപം ചെയ്താലും തൗബ ചെയ്താലല്ല പുറത്തു വരും. പെങ്ങള് തൗബ ചെയ്താൽ പോലും പടച്ചറപ്പ് പൊറുക്കാത്ത ചില പാപമുണ്ട്. അതിൽപ്പെട്ട ഒരു പാപമാണ് ഇല്ലേ മുജാഹിരീ. ഭാര്യയും ഭർത്താവും മാത്രം അറിയേണ്ട മണിയര രഹസ്യം മറ്റൊരാളോട് പറഞ്ഞു പോയ പടച്ചറപ്പ് പോലും അത് പുറത്തു തരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓർത്തുകൊള്ളുക, ഭാര്യ ഭർത്താക്കന്മാരുടെ മണിയര രഹസ്യം മൂന്നാമതൊരാളോട് പറഞ്ഞു പോയ അല്ല പോലും പുറത്തു തരില്ലെന്ന് പറഞ്ഞ മഹാപാപമല്ലേ ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വനിതാ റിയാലിറ്റി ഷോയിൽ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഭർത്താക്കന്മാര് കൂത്താടുമ്പോ പാത്രം കഴുകുന്നതും മീൻ വെട്ടുന്നതും ഇറച്ചി വെട്ടുന്നതും കൊച്ചിനെ കുളിപ്പിക്കുന്നതും കക്കൂസ് കഴുകുന്നതും ലൈവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാരറിയാറ് മണിയറയുടെ കട്ടിലിന്റെ ഉള്ളില് രഹസ്യകാമറ കടന്നു പോകുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ജീർണതയുടെ അധപതനത്തിന്റെ അധമഭാവ തലത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ അതിൽ പെട്ടുപോയ മുസ്ലിം ഉമ്മ അള്ളാന്റെ സ്വർഗത്തിന്റെ വീട് കളന്നിട്ട് 40 ലക്ഷത്തിന്റെ വീടെന്തിനാ? ഈ ദുനിയാവിന്റെ ആഡംബരം എന്തിനാ? ഭാര്യയുടെ കഴുത്തിൽ മഹറിന്റെ മാല കൊടുത്ത ഒരു ചെറുപ്പക്കാരനെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഉളുപ്പില്ലാതെ നട്ടലിന് ബലമില്ലാതെ ഭാര്യയെ കൊണ്ട് റിയാലിറ്റി ഷോയിൽ മണിയുടെ രഹസ്യം പറയുന്ന ലോകത്തിന്റെ കവാടം തുറക്കുമ്പോ പൊന്നു പെങ്ങളെ സന്ധ്യാസമയത്ത് കയ്യിലിരിക്കുന്ന റിമോട്ടിലൂടെ ആഭാസം കാണാറല്ല. സന്ധ്യാസമയത്തല്ലേ സൂറത്തിൽ മുൾക്കോടേണ്ടത്, ദാരിദ്ര്യത്തെ പടയടക്കേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ